കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കേൾക്കുവാൻ ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്. ഇപ്രകാരം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ആയുസ്സിൽ നൽകിയ വിലപ്പെട്ട ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇപ്പോൾ ഈ മീഡിയയിൽ കൂടെ നിങ്ങൾ ഞങ്ങളെ കേൾക്കുമ്പോൾ നിശ്ചയമായും ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏതാനും ചില മിനിറ്റുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ, ദൈവവചനം ശ്രദ്ധിക്കുവാൻ, ദൈവം നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം വലിയ ഭാഗ്യമായി കരുതുകയും ദൈവം നിങ്ങളോട് ഒരു വാക്കെങ്കിലും സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായും നിങ്ങളോട് സംസാരിച്ചിരിക്കും. അതിന് രണ്ട് പക്ഷമില്ലാത്ത കാര്യമാണ്. 100 അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി പറയുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മൾ ഈ എപ്പിസോഡുകൾ എല്ലാമായി ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. മുൻ എപ്പിസോഡുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഈ മനുഷ്യൻ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ലോകത്തിലേക്ക് എങ്ങനെയാണ് വന്നതെന്നും മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്താണ് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന് ഏറ്റവും വിലയുള്ളവരാണെന്നും ആ വിലയുള്ള മനുഷ്യരിൽ ഒരാളാണ് താങ്കളെന്നുമുള്ള വലിയ ബോധ്യം താങ്കളെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം താങ്കളെ ഈ ശബ്ദം കേൾപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്താണെന്നും അവൻ്റെ ആരംഭം എവിടെ അവസാനം എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം കൃത്യമായ മറുപടിയാണ് വേദപുസ്തകം നൽകുന്നത്. അതുകൊണ്ട് ഈ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ലോകത്തിലേക്ക് എങ്ങനെ വന്നു, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എവിടെ അവസാനിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാ മനുഷ്യരുടെയും അന്തരാത്മാവിൽ കൂടെ പോകുന്ന ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും, താങ്കൾ ഈ ലോകത്തിലേക്ക് വന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. താങ്കൾ ദൈവത്തിന് ഏറ്റവും വിലയുള്ളവനാണ്, വിലയുള്ളവളാണ് എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ചാക്കിയതിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല, നിങ്ങൾ എവിടെ അവസാനിക്കും എന്നുള്ള ദൈവവചനം തരുന്ന ഉറപ്പ്, ഇതെല്ലാം നിങ്ങൾ അറിയണമെന്ന് തമ്പുരാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനുഷ്യന്റെ 3 ഘടകങ്ങളെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ആദ്യത്തെ 2 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദ്യത്തെ മനുഷ്യന്റെ ഘടകം മനുഷ്യന്റെ ആത്മാവാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മനുഷ്യന്റെ ആത്മാവിന് എന്താണ് പ്രത്യേകത, അതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇല്ലാത്ത ഒന്നായിരുന്നു, എന്നാൽ ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യ ബാറ എന്നുള്ള വാക്ക് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ആ ബാറ എന്ന വാക്കിൽ നിന്ന് ദൈവം ഇല്ലാത്തതിനെ ഉളവാക്കി എടുക്കുന്നതിനെയാണ് ബാറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല രണ്ടാമത്തെ ഒരു ഘടകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഘടകം മറ്റൊന്നുമല്ല, അത് നമ്മുടെ സോളാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനകത്ത് നമ്മുടെ ഇന്റലക്ട് അടങ്ങിയിരിക്കുന്നു, വില്ല് അടങ്ങിയിരിക്കുന്നു, ഇമോഷൻസ് അഥവാ നമ്മുടെ ഓരോ വികാര തലങ്ങൾ അവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ച ഭാഗം നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ആ സോൾ ലെവലിൽ വരുന്ന വികാര കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ സോൾ ലെവലിൽ വരുന്ന കാര്യങ്ങൾ പോർ ഔട്ട് ചെയ്യുവാൻ അഥവാ പകരുവാനായിട്ട്, ദൈവസ്നേഹിൽ പകരുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഹന്നയുടെ ഹൃദയത്തിൽ, ഹന്നയുടെ സോളിൽ ഉണ്ടായിരുന്ന അവരുടെ വേദനകൾ
മുഴുവൻ ദൈവസനയിലേക്ക് പകർന്നിട്ടതായിട്ട് അല്ലെങ്കിൽ പകർന്നു കൊടുക്കുകയും ദൈവം അതിന് മറുപടി നൽകുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. എങ്കിലും നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക, ഒരിക്കലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി, ഒരിക്കലും ഒരു മനുഷ്യനും തൻ്റെ സോള് കൊണ്ട് മാനസിക കൊണ്ട് ദൈവത്തെ കണ്ടെത്താനായി കഴിയില്ല. കാരണം ദൈവം ആത്മാവാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവ് കൊണ്ട് താങ്കൾ അന്വേഷിക്കുന്നെങ്കിൽ നിശ്ചയമായും കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മറ്റൊരു വിഷയത്തിലേക്ക്, അടുത്ത വിഷയത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഒരുപക്ഷെ ബൈബിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും, ബൈബിളിൽ അവസാനമായി ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിയ 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ ഒരു വാക്യം നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ദേഹി, അതുപോലെ തന്നെ ദേഹം എന്നുള്ള കാര്യം. നമ്മൾ ആത്മാവിനെ കുറിച്ചും ദേഹിയെ കുറിച്ചും നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചിന്തിക്കുവാനായി നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. എന്നാൽ അടുത്തതായിട്ടുള്ള ദേഹം എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെയുള്ള എപ്പിസോഡുകൾ ഓർപ്പിക്കുകയുണ്ടായി. നമ്മള് ഈ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സാധാരണ നമ്മളെല്ലാവരും കേൾക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും നമ്മൾ ചിന്തിക്കും, മിക്കവാറുള്ള ആളുകൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു, അതിനുശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. എന്നാൽ വേദപുസ്തക പ്രകാരം വളരെ വ്യക്തമായി നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി, മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്നല്ല ആദ്യം സൃഷ്ടിച്ചത്, അവന്റെ വിലയേറിയ മനുഷ്യനായ അകത്തെ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. നമുക്കപ്പോൾ ദേഹത്തെ ദൈവം എങ്ങനെ നിർമ്മിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യനെ പൊടി കൊണ്ട് നിർമ്മിച്ചു എന്ന് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് മനുഷ്യനെ പൊടി കൊണ്ട് നിർമ്മിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്? അതിന്റെ കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, ഏറ്റവും വിലയുള്ള ആ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂമിയുള്ള ബന്ധത്തിൽ അവനെ ഇവിടെ പാർപ്പിക്കുവാനായി ദൈവം തീരുമാനിച്ച് നിശ്ചയിച്ച ആ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം അവന് പുറമേ ഒരു ആവരണം കൊടുക്കുകയായിരുന്നു നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിന് ഉടൽ എന്ന് പറയാറുണ്ട്. ഉടൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഉടൽ എന്ന വാക്കിന് ഉടുക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ചിന്തിക്കുമ്പോൾ വളരെ സത്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എപ്രകാരമാണ് സത്യമായിരിക്കുന്നത്? അകത്തുള്ള ഏറ്റവും വിലയേറിയ മനുഷ്യന് ദൈവം ഈ ഭൂമിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന പൊടി കൊണ്ടുള്ള ഒരു ആവരണം, ഉടുത്തിരിക്കുന്ന ഒരു ആവരണം എന്നുള്ളതല്ലാതെ ഈ ശരീരത്തിന് അമിതമായ പ്രാധാന്യം വേദപുസ്തകം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ബോഡിയെ കുറിച്ച് ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഉടൽ എന്ന് പറയുന്നത് അകത്തെ മനുഷ്യന് ഉടുക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരാവരണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഷർട്ട് ധരിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെല്ലാവരും വസ്ത്രങ്ങൾ അണിയാറുണ്ട്. ഇത് വസ്ത്രം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞ പ്രകാരം ശരീരമാണ് വില
വിലയുള്ളത് ഉടുപ്പല്ല വിലയുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എത്രയോ വിലയുള്ളവനാണ്. എന്നാൽ അതിൻ്റെ മുകളിൽ, അതിൻ്റെ മീതെ ഉടുക്കുവാൻ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ചെറിയ ആയുസ്സിൽ നമുക്ക് ജീവിക്കുവാനായി തന്നിരിക്കുന്ന ചെറിയൊരു ആവരണം എന്നുള്ള നിലയിൽ മാത്രമേ നിങ്ങളുടെ ദേഹത്തെ കാണാവുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ വചനം ഈ ദേഹത്തിന് പ്രാധാന്യം നൽകുന്നില്ലേ? നിശ്ചയമായും ദൈവം പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് പ്രാധാന്യമുണ്ട്. ദൈവ ശരീരത്തെ എത്ര ഭയങ്കരവും അതിശയവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ദേഹം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉടൽ എന്ന് മാത്രമല്ല, ദേഹം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദേഹം എന്നുള്ള വാക്കിന് അത് വളരുന്നത് എന്നുകൂടെ അർത്ഥമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒരു ദിവസത്തിൽ തുടങ്ങി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഗ്രീക്ക് വാക്കിൽ അതിന് സോമ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. സോമ എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ തല മുതൽ മുഴുവനായിട്ടുള്ള കൈകാലുകൾ ഒഴികെയുള്ള മുഴുവനായിട്ടുള്ള ശരീരഭാഗത്തെയാണ് സോമ എന്നുള്ള വാക്കുകൊണ്ട് സാധാരണ അർത്ഥമാക്കുന്നത്. എന്നാൽ ഗവ്യാഹ് എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്കും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി മറ്റൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ശരീരത്തെ ദൈവം എത്ര ഭയങ്കരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് ജീവജാലങ്ങളെയും പൊടിയിൽ നിന്ന് തന്നെയാണ് എടുത്തതെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ആരും യാദർശ്യമായി ലോകത്തിലേക്ക് വന്നവരല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 16 ധാതുക്കൾ അടങ്ങുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ ധാരാളം ധാതുക്കളുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാവുന്നതുപോലെ കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ അയഡിൻ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ധാരാളം മഗ്നീഷ്യവും മാംഗനീസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ നല്ലൊരു ഭാഗം വെള്ളമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ശരീരത്തിൽ ഇപ്രകാരം ദൈവം ഓരോന്നിനെ സൃഷ്ടിച്ചു വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ഭയങ്കരമായ സൃഷ്ടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെ അകത്തെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള, അത്രയും പ്രാധാന്യമില്ലെങ്കിലും വളരെയധികം നാം ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ നമ്മുടെ ശരീരത്തോടനുബന്ധിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എത്രയോ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ ശരീരം, ദൈവം തന്നിരിക്കുന്ന ശരീരം സൂക്ഷിക്കേണ്ട ഒരു ചുമതലയും കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലയോ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളുടെ ശരീരം നാൾതോറും മദ്യപാനം കൊണ്ടോ പുകവലി കൊണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ മറ്റ് ദുർമാർഗങ്ങൾ കൊണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ ശരീരം ദിനംപ്രതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നാളിൽ താങ്കൾ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്തെങ്കിലും വിധത്തിൽ ആ വിധത്തിലുള്ള ദുർമാർഗങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കളയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരികയാണ്. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഈ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ദാവീദ് ഇപ്രകാരം പറയുകയുണ്ടായി, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. 139 സങ്കീർത്തനം അതിന്റെ 13-14 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കണമേ. 139 സങ്കീർത്തനം, Psalms 139 verse 13 to 13 and 14. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ ദാവീദ് പറയുകയാണ്, ദൈവം ഭയങ്കരവും അതിശയവുമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ നമ്മളെല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാനായി കാരണം നമ്മുടെ ശരീരത്തിൽ
ധാരാളം അസ്ഥികൾ ഉള്ളത് കൊണ്ടാണ്. ഏകദേശം 206ഓളം അസ്ഥികൾ എല്ലാ മനുഷ്യർക്കും സാധാരണ എല്ലാ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ ധാരാളം മസിൽസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 മസിൽസുകൾ അല്ല നമ്മുടെ ശരീരത്തിലുള്ളത്. ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളിലും ധാരാളം മസിലുകളുണ്ട്. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ മസിലുകൾ പ്രവർത്തിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. എൻ്റെ കണ്ണിമകൾ വെട്ടണമെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ചില മസിൽസിന്റെ പ്രവർത്തനം ആവശ്യമാണ്. ഏകദേശം 600-ൽ പരം മസിൽസ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ യാദർച്ഛികമായി സംഭവിച്ചതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ല. ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ അത്യുന്നതനായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ ചെവിയുടെ ഭാഗങ്ങളിലും നമുക്ക് എന്തുകൊണ്ടാണ് ഈ കേൾവി ശക്തി ഉള്ളതിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ കേൾവി ശക്തിയെ ദൈവം ക്രമീകരിച്ചപ്പോൾ മനുഷ്യന്റെ ചെവിക്കകത്തേക്ക് ധാരാളം ഹെയർസ് അഥവാ ചെറിയ ചെറിയ തലമുടി നാരുകൾക്ക് പോലെയുള്ള അതിനേക്കാൾ ചെറിയ വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ധാരാളം ചെറിയ ചെറിയ ആന്തരിക അവയവങ്ങൾ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതിനു വേണ്ടി അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിന്റെ വ്യത്യാസം, ലോകത്തിൽ കാണുന്ന ഓരോ ശബ്ദങ്ങളുടെയും വ്യത്യാസം അറിയത്തക്കവണ്ണം ദൈവം വളരെ ഭയങ്കരമായിട്ടാണ് നമ്മുടെ ചെവിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയുടെ ശബ്ദം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മൂത്ത കുഞ്ഞിന്റെ ശബ്ദം നിങ്ങൾക്കറിയാം. ഒരു വീട്ടിൽ 2 ഇരട്ട കുഞ്ഞുങ്ങളുള്ളപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ 2 പേരുടെ ശബ്ദങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിരന്തരമായി നിങ്ങൾ ഫോൺ ചെയ്യുന്ന ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകളുടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ ഓരോരുത്തരുടെയും ശബ്ദം തിരിച്ചറിയത്തക്കവണ്ണം ഏകദേശം 20,000-ത്തിലധികം ശബ്ദങ്ങളെ തിരിച്ചറിയത്തക്കവണ്ണമുള്ള ആന്തരിക അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കേൾവിയുടെ ഭാഗത്ത് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം 1500ഓളം നാഡികൾ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മളിതൊന്നും അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആ ഫങ്ഷൻസ് എല്ലാം നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം പോലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പോലും ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെന്ന് തമ്പുരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ സാധാരണ ലോകത്തിലേക്ക് വന്ന ഒരു ചെറിയ മനുഷ്യനല്ല. പിന്നെയോ തമ്പുരാൻ നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. നിങ്ങളെ ഭയങ്കരവും അതിശയവുമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അതിനുള്ള ആധാരികത കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ താടിയെല്ലുകൾ, സംസാരിക്കുന്ന ഏതൊരാളുടെയും താടിയെല്ലുകൾ നിരന്തരം ഇങ്ങനെ ചലിക്കുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ താടിയെല്ലിൻ്റെ ബലത്തെക്കുറിച്ച് ശാസ്ത്രീയമായി തെളിയിച്ചുള്ള ഒരു കാര്യമാണ്. മനുഷ്യന്റെ താടിയെല്ലിൽ ഏകദേശം 17 കിലോ ഭാരം എടുക്കാനുള്ള ശക്തിയുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെ എടുക്കുക, നിങ്ങളുടെ നാക്കെടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നാക്ക് പരിശോധിച്ചാൽ നാക്കിൽ ചെറിയ ചെറിയ സുഷിരമങ്ങൾ, കുഴികൾ അവിടെ കാണുവാനായിട്ട് കഴിയും. സാധാരണ അതിനെ ശാസ്ത്രീയമായി വില്ലേസ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ചെറിയ ചെറിയ കുഴികൾ, ഏകദേശം 400-ൽ പരം കുഴികൾ നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്റെ നാക്കിലുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും രുചിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കിലേക്ക് വെച്ചാണ് നമ്മൾ രുചി നോക്കുന്നത്. ആ രുചി നോക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാക്കിന്റെ തുമ്പത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മധുരം അറിയാൻ കഴിയില്ല. കാരണം ദൈവം അവിടെയല്ല അതിൻ്റെ ആ ടേസ്റ്റ് ബഡ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകത്ത്, നാവിൻ്റെ അകഭാഗത്തേക്ക് ഇറക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആ മധുരം എന്ന് പറയുന്ന ആ സ്വീറ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാതിനായിട്ട് തമ്പുരാൻ വെച്ചിരിക്കുന്നത് അവിടെയാണ്. നിങ്ങൾക്ക് കയ്പറിയണമെന്നുണ്ടെങ്കിലും
ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ അറിയുവാനായിട്ട് കഴിയത്തില്ല. അതിന് മറ്റൊരു ഭാഗമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പുളിപ്പറിയണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റ് അണയോടുള്ള ഭാഗത്തിലാണ് നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ വിവിധ നിലയിൽ ഏകദേശം ഓരോ സാധനങ്ങൾ, ഓരോ ആഹാരങ്ങൾ രുചി നോക്കുമ്പോഴും ആ ആഹാരങ്ങളുടെ രുചിയെ ആ രുചി അറിയത്തക്കവണ്ണം നമ്മുടെ ആ ടേസ്റ്റ് ബഡ് ഡിഫറൻ്റ് ആയി അഥവാ വ്യത്യസ്തമായി ദൈവം വെച്ചിരിക്കുന്നു. ഇതൊക്കെ യാദർശ്യമായി സംഭവിച്ചിരിക്കുന്നതാണോ പ്രിയമുള്ളവരെ? ഒരു ദൈവമില്ല എന്ന് ഇത് അനുഭവിക്കുന്ന ഏതൊരാൾക്കെങ്കിലും ഈ നാവ് കൊണ്ട് പറയാൻ കഴിയുമോ? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടിതാവില്ലെന്നും ഇത്ര കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സർവശക്തനായ ദൈവമില്ല എന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ മറ്റ് ധാരാളം അവയവങ്ങൾ പ്രവർത്തിക്കുന്നു. ഏകദേശം മനുഷ്യന്റെ ശരീരത്തിൽ 1 കോടിയോളം ഞരമ്പുകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ശരീരം കൊച്ചു ശരീരമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ 1 കോടിയോളം ഞരമ്പുകൾ പ്രവർത്തിക്കുന്ന ാണ് നിങ്ങൾ ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയുന്നത്. ഇതിന് ചില വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ താളപ്പിഴകൾ തുടങ്ങും. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വായുകളിൽ ദൈവം വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, മനുഷ്യന്റെ പല്ലുകൾ ശ്രദ്ധിക്കുമ്പോൾ, മനുഷ്യന്റെ മൂക്ക് ശ്രദ്ധിക്കുമ്പോൾ, മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അഥവാ ആന്തരിക അവയവങ്ങൾ ഓരോന്നോരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ദൈവം വളരെ ഭയങ്കരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. ഞാൻ നിങ്ങളും ആഹാരം കഴിക്കുന്നുണ്ട്. ഈ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ എത്ര വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ദഹനം നടന്ന് അതതിൻ്റെ മുറവോടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഇതകത്തേക്ക് പോയിട്ട് എന്തെല്ലാം പ്രോസസ്സിങ്ങിൽ കൂടെയാണ് പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വയറ്റിനകത്തേക്ക് ചെല്ലുന്ന ആഹാരത്തിൽ നിന്ന് അത് രക്തമായി മാറുവാൻ, ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളായി മാറുവാനായി കുടലിൻ്റെ ഓരോ ഭാഗങ്ങളിലും വില്ലേജ് അവിടെ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളായിട്ടുള്ള ചില സുഷിരങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അത് 20 ലക്ഷത്തിൽ പരം വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ, ദൈവത്തിന്റെ അഗാധ ബുദ്ധിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, നമ്മുടെ ശരീരം ദൈവത്തിന് ഏറ്റവും വിലയുള്ള ശരീരമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഞാനിപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾ ധാരാളം പ്രാവശ്യം ശ്വാസം വലിച്ചു വിടുകയുണ്ടായി. ഈ ശ്വാസം ദൈവം തന്നിരിക്കുന്ന ദാനമാണ്. ഏകദേശം 900 ലിറ്ററോളം 9,000 ലിറ്ററോളം ഹല്ലേലൂയ ഈ ശ്വാസങ്ങൾ ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഇങ്ങനെ വലിച്ചു വിടുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ധാരാളം പ്രാവശ്യം നമ്മളത് വലിച്ചു വിടുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇതെല്ലാം കൃത്യമായി ഇങ്ങനെ നടക്കത്തക്കവണ്ണം ആരാണ് സൃഷ്ടിതാവെന്ന് താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുവാൻ നല്ല അവസരമാണ്. താങ്കളെ ഇത് കേൾപ്പിച്ചത് ദൈവമാണ് കേൾപ്പിച്ചത്. താങ്കളോട് ദൈവത്തിലുള്ള ദൂതാണ് ഇന്ന് പകൽക്കാലം അറിയിച്ചത്. താങ്കൾ ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഉള്ള ദൈവിക പദ്ധതിയിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം, പുറമെയുള്ള ശരീരം, ഇത് ഉടലാണെന്ന് ഞാൻ പറഞ്ഞു, ഇത് ഉടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇത് വളരുന്നതാണ്. ആ വളർച്ചയുടെ ഏറ്റവും പിന്നീട് ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. അടുത്ത എപ്പിസോഡുകളിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം, നിങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ഒരു ചോദ്യം ദൈവാത്മാവ് ഇന്ന് ചോദിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി താങ്കളുടെ അന്തരാത്മാവിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല അവസരമാണ്. ഞങ്ങളോടൊന്നിച്ച് തലകളെ വണക്കുമോ, പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ
എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. നീ അവരെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ആക്കിയപ്പോൾ, അകത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് നീ അയച്ചപ്പോൾ പുറമേയുള്ള ഒരു ബോഡി കൊടുത്ത്, പുറമേയുള്ള ഒരു ശരീരം കൊടുത്താണല്ലോ അവിടുന്ന് അയച്ചത്. അങ്ങനെയാണെങ്കിൽ അപ്പാ, അവരെ എത്ര ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച് നീ ആക്കിയതാണെങ്കിൽ എത്രയോ അങ്ങ് അവിടുന്ന് അങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, അത് തിരിച്ചറിയാനുള്ള ബോധം അവരുടെ അന്തരാത്മാവിലുള്ള കണ്ണിനെ അവിടുന്ന് തന്നെ തുറന്നു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവരോട് ഹൃദ്യമായി സംസാരിക്കണമേ. അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറുവാൻ ദൈവാത്മാവെ അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അവിടുത്തെ ശബ്ദമാണെന്നുള്ള ആ തിരിച്ചറിവ് അവരുടെ അന്തരാത്മാവിൽ ഇന്ന് അവിടുന്ന് നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്നു, കൃതോനി കേൾക്കുമാറാകണമേ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം സമാധാനവും സമൃദ്ധിയും സന്തോഷം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം.